പുറത്ത് നല്ല മഴയായിരുന്നു ഇതുവരെ. ഇപ്പോഴും സ്റ്റിൽ ഡ്രിസിലിംഗ്. ജസ്റ്റ് ഞാൻ കുറച്ച് എൻ്റെ ഡയറീസുകളിലൂടെയൊക്കെ കുറേ ഡയറീസുകളൊക്കെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഐ എം എൻജോയിങ് ദാറ്റ് പ്രോസസ്. ഇപ്പോൾ ലൈക്ക് പണ്ടത്തെ ചിന്തകളും എഴുത്തുകളും ഒക്കെ വായിച്ചിട്ട് ചിരി വരുന്നുണ്ട്. ഡയറി ഉണ്ട്, പിന്നെ എഴുത്തുകളുണ്ട്. വേറെ ഒരു പ്രശ്നം എന്താണെന്നറിയാം, ഞാനിപ്പോൾ ഇതൊന്നും പറയാനല്ല വന്നത്. ഈ ഒരു സമയത്ത് തന്നെ ഒരു 4-5 ഡയറി ഉണ്ടാവും. ഞാൻ അതിനൊരു കൈ കിട്ടുന്ന ഡയറി എടുത്ത് എന്തെങ്കിലും എഴുതാന്ന് എക്സ്പ്രസ് ചെയ്യാന്നുള്ളതല്ലാണ്ട് അതിലൊരു ഓർഡർ ഇല്ല, അതിലൊരു സോർട്ടിങ് ഇല്ല. ഡയറി ആണോ അതോ ഇനിയിപ്പം പോയട്രി ആണോ, അങ്ങനത്തെ ഒന്നും ഒരു ഇതില്ല. എനിക്ക് പൊതുവേ എൻ്റെ അടുക്കള, വീട്, സാധനങ്ങൾ, ജ്വല്ലറി എല്ലാം കൊച്ചിലെ തൊട്ട് അടുക്കി ഒതുക്കി OCD ആണോന്ന് എനിക്കറിയില്ല. എൻ്റെ കൂടെ താമസിച്ച എൻ്റെ കൂട്ടുകാരൊക്കെ OCD ആണോ എന്നൊരു സംശയം പറഞ്ഞിട്ടുണ്ട്. അപ്പം അറിയത്തില്ല. അപ്പം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ എൻ്റെ എഴുത്തിൽ അല്ലെങ്കിൽ ഡയറി കീപ്പ് ചെയ്യുന്നതിൽ എനിക്ക് ആ ഒരു ഡിസിപ്ലിൻ ഇല്ല. ഞാൻ പിന്നെ ഈ വർഷത്തെ ഒരു ഗോളായിട്ട്, നമ്മൾ ഗോൾസ് ഒന്നും അങ്ങനെ പറയാൻ പാടില്ല എന്ന് തോന്നുന്നില്ലേ, എന്നാലും എൻ്റെ ഈ വർഷത്തെ ഏറ്റവും വലിയൊരു ഗോളാണ് ഈ എഴുത്തിന്, എഴുതുന്ന എല്ലാ കാര്യങ്ങൾക്കും എന്ത് എഴുതുകയാണെങ്കിലും അതിനൊരു ചിട്ട വരിക, മെസ്സി ആക്കാണ്ടിരിക്കുക. അതിൽ കൂടുതൽ പിന്നെ ഹാൻഡ് റൈറ്റിങ്ങും കൂടെ കുറച്ച് ഞാൻ ഇന്റൻഷണൽ ആയിട്ട് ശ്രദ്ധിച്ചെഴുതിയാൽ മാത്രമേ എൻ്റെ ഹാൻഡ് റൈറ്റിങ് നല്ലതുള്ളൂ. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ പലതും ഞാൻ തന്നെ എഴുതിയത് എനിക്ക് വായിക്കാൻ പോലും പറ്റുന്നില്ല. പണ്ട് കോളേജിലൊക്കെ സമയത്തും സ്കൂളിലൊക്കെ സമയത്തും എൻ്റെ നോട്ട്ബുക്ക് എന്നൊക്കെ പറയുന്ന ഡിസാസ്റ്റർ ആയിരുന്നു. ഞാൻ എക്സാം ഇന്റൻഷണൽ ആയിട്ട് നല്ലതായിട്ട് ചെയ്യും, പക്ഷെ എൻ്റെ നോട്ട്ബുക്ക് എപ്പോഴും ഒരു ഡിസാസ്റ്റർ ആയിരുന്നു. ഞാൻ ഇപ്പം എപ്പോഴും ക്ലാസ്സിൽ നന്നായിട്ട് നോട്ട് എഴുതുന്ന കുട്ടികളുണ്ടാവും, അപ്പോൾ അവരുടെ പ്രിൻ്റൊക്കെ എടുക്കാറാണ്. അല്ലെങ്കിൽ ടീച്ചേഴ്സ് തന്നെ PGക്കൊക്കെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് തരുമായിരുന്നു. അപ്പോൾ അതൊക്കെ പ്രിൻ്റ് ഔട്ട് എടുക്കും എന്നല്ലാണ്ട് പുസ്തകം വായിക്കും ധാരാളം ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച്. പക്ഷെ എനിക്ക് ഈ നോട്ട് എഴുതുന്ന ഒരു മെസ്സി ആ ഒരു ഹാബിറ്റ് ഉണ്ട്. അപ്പോൾ ഈ വർഷത്തെ എൻ്റെ മെയിൻ ടാർഗറ്റാണ് ഇതൊക്കെ ഡെവലപ്പിംഗ്, ഒരു മെസ്സിനെസ് മാറ്റിയിട്ട് അതിലൊരു ഡിസിപ്ലിൻ കൊണ്ടുവരാന്നുള്ളത് ഒരു ടാർഗറ്റാണ് കേട്ടോ. വേറെ കുറേ ടാർഗറ്റ്സ് ഉണ്ട്. ഞാൻ രാവിലെ വന്നത് പറയാനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കണ്ടു. അതായത് സ്ത്രീകളെ കുറിച്ചാണ്. ഇന്ത്യയിലെ സ്ത്രീകളൊക്കെ ഒത്തിരി സമയം അടുക്കളയിൽ ചെലവഴിക്കുന്നുണ്ട്. നമ്മള് ഒരു ഡിഷ് ഉണ്ടാക്കാൻ, ഇപ്പം ഇഡ്ഡലി ദോശ ഉണ്ടാക്കണമെങ്കിൽ തന്നെ തലേദിവസം കുതിർക്കുക, അരയ്ക്കുക, അതിനുള്ള സാമ്പാർ ചട്നി എന്താ ഉണ്ടാക്കുക. ഇതൊരു ഗ്രേറ്റ് പ്രോസസ്. അതൊരു രാവിലെ ഒരു 1.5 മണിക്കൂറാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തന്നെ വേണ്ടത്. സ്പീഡായിട്ട് ചെയ്യുന്നവർക്ക് 1 മണിക്കൂർ കൊണ്ട് പറ്റും. സ്റ്റിൽ അപ്പൊ ആ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ വെളിയിലുള്ള കൺട്രീസിൽ അവര് ഒരു വീക്കിനുള്ള മീൽ പ്രെപ്പിന് എടുക്കുന്ന സമയമാണ്. ഈ ഒരു വീഡിയോ കണ്ടു. അപ്പം എന്നാൽ പോലും പ്രോട്ടീനും ഫൈബറും വിറ്റമിൻസ് ഒക്കെ കൂടുതൽ അവരുടെ ഫുഡിലുമാണ് അത്രേ. അങ്ങനെയാണ് ആ വീഡിയോ കണ്ടത്. അതിന് ഞാൻ പൂർണ്ണമായും തെറ്റു പറയുന്നില്ല, ശരിയാണ് അല്ലേ. ഞാനും പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഈ പറഞ്ഞ പോലെ അവെയർ ആവാതെ അതിന് നമുക്കൊരു പ്രോബ്ലം ആയിട്ട് തോന്നത്തില്ല, ആർക്കും തോന്നത്തില്ല. നമുക്ക് അടുക്കളയിൽ നിൽക്കുന്നവർക്കും തോന്നത്തില്ല, നമ്മുടെ ചുറ്റുമുള്ളവർക്കും തോന്നത്തില്ല ഒരിക്കലും. കാരണം അവരതാണ് കണ്ടു വളർന്നത്. അത് മാത്രമല്ല, അത് കൾച്ചറിന്റെ ഭാഗമാണ്, അതാണ് നല്ല സംസ്കാരം, അതാണ് ഉത്തമയായ ഒരു കുടുംബത്തിലുള്ളൊരു സ്ത്രീ ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് സൊസൈറ്റി ഒരു പാട്രിയാർക്കൽ സെറ്റപ്പ് വഴി ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതൊരു പാട്രിയാർക്കൽ മൈൻഡ് സെറ്റിന്റെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നത്. കാരണം ഫുഡിനെ എന്തിനാണ് നമ്മൾ കുറ്റം പറയുന്നത്? നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും പിന്നെ നമ്മുടെ ഹെൽത്തിനും
അങ്ങനെ നോക്കിയിട്ടുള്ള ഫുഡായിരിക്കും നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ശരിയായിരിക്കും. പ്രോട്ടീൻ കുറവാണെന്ന് പറയുന്നുണ്ട്. മറ്റ് ഇപ്പം അവർ പുഴുങ്ങിയ മുട്ടയും ഇതും കഴിക്കുന്നേക്കാളും പ്രോട്ടീൻ കുറവാണെന്ന്. പക്ഷെ പ്രോട്ടീൻ്റെ കാര്യത്തിൽ തന്നെ ഇപ്പം ഡിസ്പ്യൂട്ട്സ് നടക്കുന്നുണ്ട്. അതായത് എത്രത്തോളം പ്രോട്ടീൻ ആവശ്യമുണ്ടോ ഒരാൾക്കെന്നുള്ള രീതിയിലാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഒരു ബാലൻസ്ഡ് ആയിരിക്കും തീർച്ചയായിട്ടും. പ്രശ്നം അവിടെയല്ല. പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഒരാൾ മാത്രം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചെയ്യുന്നതാണ്. അതായത് ഇപ്പം വീട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ആണെങ്കിൽ, വീട്ടിൽ നിൽക്കുന്ന ആളാണെങ്കിൽ എൻറ്റയർ ആയിട്ടുള്ള കാര്യങ്ങൾ അയാൾ തന്നെ ചെയ്യണം. പിന്നെ അല്ല, അയാൾക്ക് വല്ല ഡ്രീംസും പാഷനും ഉണ്ടെങ്കിൽ ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം മാത്രം അത് ചെയ്യാം. അപ്പം ഈ ഒരു ചിന്തയാണ് പ്രശ്നം. വീട്ടിലുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിൻ്റെ ഒരു പാർട്ടാവുകയാണെങ്കിൽ ഇത് വളരെ ഒരു ആസ്വാദകമായൊരു പണിയാകും. പ്ലസ് ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും. നമ്മൾ വിദേശികളെ കണ്ട് പിസ്സയും ബ്രെഡും ഒക്കെ കഴിക്കാമെന്ന് ചിന്തിക്കുന്നത് വളരെ വൺസ് ഇൻ എ വൈൽ കഴിക്കാം. പക്ഷെ നമ്മുടെ കാലാവസ്ഥയ്ക്കും നമ്മുടെ ഹെൽത്തിനും പറ്റിയ ഫുഡാണെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ കൈൻഡ് ഓഫ് ഫുഡ് ഓർ ദ പ്രിപ്പറേഷൻ. ഇറ്റ്സ് ഓൾ അബൌട്ട് ഇന്ന ജെൻഡർ തന്നെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിലൊരു ഹാർമണി കൊണ്ടുവരിക, അതിലൊരു ബാലൻസ് കൊണ്ടുവരിക, അതിലേക്ക് എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ കൊണ്ടുവരിക എന്നതാണ് വേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ സ്പീഡിൽ തീരും. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഇമോഷണൽ ആയിട്ടുള്ള നമ്മളെന്താ കുറച്ചുകൂടെ കണക്ഷൻ, ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കിച്ചൺ വളരെ നല്ല സ്ഥലമാണ്. എനിക്ക് ആ വീഡിയോ കണ്ടപ്പം ഇതിനെക്കുറിച്ചൊന്ന് പറയണം തോന്നി. നമുക്ക് ആദ്യം കാണുമ്പോൾ ശരിയാണെന്ന് തോന്നും. പക്ഷെ അതിൽ പ്രശ്നമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന സ്ത്രീകളാണ് അവെയർ ആവേണ്ടത്. ശരിക്കും സ്ത്രീകളല്ല അവെയർ ആവേണ്ടത്. ഓക്കെ. സോ നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് പറയാൻ ഞാനിവിടെ മഴയൊക്കെ ആസ്വദിച്ച് വൈബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബൈ.